മണ്ണിൻ്റെ കിനാവുകൾ. പ്രശസ്ത ബാലസാഹിത്യകാരനും ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനുമായ പി. മധുസൂദനൻ്റെ ഭൂമി പാടുന്ന ശീലുകൾ എന്ന കവിതാസമാഹാരത്തിലെ കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ, മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പ്പോഴും ചീറ്റി നിൽക്കും പനി നീർമലരുകൾ, രാത്രി പെറ്റ കുരുക്കുത്തിമുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോ തൂമയേറിടും വാടാമലരുകൾ, പൂക്കളെത്രയോ പൂക്കളീ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങള മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ, പൂക്കൾ മണ്ണിൻ്റെ ഓമക്കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ. വെയിലിൽ വളർന്ന മുക്കുറ്റികൾ. വെയിലിൻ്റെ നിറം എന്താണ്? മഞ്ഞ നിറം അല്ലേ? നമ്മുടെ മുക്കുറ്റിച്ചെടി കണ്ടിട്ടുണ്ടോ? മുക്കുറ്റിയുടെ നിറവും എന്താണ്? മഞ്ഞ നിറമാണ്. അപ്പോൾ പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, ആ മഞ്ഞ നിറത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പൂനിലാവും നുകർന്ന പൂന്തുമ്പകൾ. തുമ്പപ്പൂവിൻ്റെ നിറം എന്താണ്? വെള്ളയല്ലേ? നിലാവിൻ്റെ നിറവോ? വെള്ള. ആ നിലാവിനെ നുകർന്ന തുമ്പയാണ്. സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. സന്ധ്യ വൈകുന്നേര സമയത്ത് ആകാശത്തിൻ്റെ നിറം അറിയാമല്ലോ, അതുപോലെ ഭംഗിയായിട്ട് നിൽക്കുന്ന ജമന്തിപ്പൂക്കൾ. മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. വേലിയിൽ നമ്മൾ കോളാമ്പിപ്പൂ വയ്ക്കാറുണ്ടല്ലേ? കോളാമ്പിപ്പൂ മഞ്ഞ കളറാണ്. ആ മഞ്ഞ കളർ കോളാമ്പിപ്പൂവിനെ എങ്ങനെയാണ് കവി പറഞ്ഞിരിക്കുന്നത്? മഞ്ഞ നക്ഷത്രം പോലെ ഇരിക്കുന്നതാണ്. മഞ്ഞ നക്ഷത്രം, മഞ്ഞ സ്റ്റാറിട്ട കണക്ക് വിരിഞ്ഞു നിൽക്കുന്ന കോളാമ്പിപ്പൂക്കൾ. കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. നമ്മൾ പനിനീർ റോസാപ്പൂവ് കാറ്റിലെപ്പോഴും സുഗന്ധം പരത്തിക്കൊണ്ട് നിൽക്കുക. രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ. ആ മുല്ല എപ്പോഴാണ് വിടരുന്നതെന്നറിയോ? രാത്രി സമയത്താണ്. അതുകൊണ്ടാണ് രാത്രി പ്രസവിച്ച മക്കളാണ് മുല്ലപ്പൂക്കൾ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. ചെന്താരുകൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണകിരീടം എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, ചുവന്ന ഒരു പൂവുള്ള. ആ ഒരു പൂവിനെയാണ് ഇവിടെ അത് രാജമുദ്ര അണിഞ്ഞ് നിൽക്കുന്നത് പോലെ, രാജാവിൻ്റെ കിരീടം അണിഞ്ഞ് നിൽക്കുന്നത് പോലെയുള്ള ചെന്താരുപ്പൂക്കളും, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. വാടാമുല്ലപ്പൂവില്ലേ? ആ വാടാമുല്ലപ്പൂവിനെ ഭൂമി കുങ്കുമപ്പൊട്ട് ചാർത്തിയതുപോലെ ഭംഗിയോടെ നിൽക്കുന്ന വാടാമുല്ലപ്പൂവിനെ പറ്റി. അങ്ങനെ ഇത്രത്തോളം പൂക്കളെ പറ്റി, മുക്കുറ്റിപ്പൂവ്, തുമ്പപ്പൂവ്, ജമന്തിപ്പൂവ്, കോളാമ്പിപ്പൂവ്, പനിനീർപ്പൂവ്, മുല്ലപ്പൂവ്, ചെന്താരുപ്പൂവ്, വാടാമുല്ലപ്പൂവ്. ഓരോ പൂക്കളെയും ഓരോ കാര്യങ്ങളുമായിട്ട് സാദൃശ്യപ്പെടുത്തിയിട്ടാണ് ഈ വരികൾ കവി എഴുതിയിരിക്കുന്നത്.
പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും. ഈ പൂക്കൾ ഭൂമിയുടെ മക്കളായിട്ടാണ് ദിവസവും ജനിക്കുന്നത്. ഈ പൂക്കളെ ഭൂമിയുടെ മക്കളായിട്ടാണ് കവി പറയുന്നത്. നീലവാനം മെഴികളിലുള്ളവർ, ആകാശം നീലാകാശം കണ്ണിലുള്ളവർ, അതായത് അത്രത്തോളം വലിയ വിസ്താരമേറിയ ആകാശത്തിൻ്റെ സൗന്ദര്യം ഈ പൂക്കളിൽ നമുക്ക് ദർശിക്കാം എന്നാണ് കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഈ പൂക്കൾ എങ്ങനെയുള്ള പൂക്കളാണ്? മഞ്ഞുതുള്ളികൾ കൊണ്ട് മാല ഉണ്ടാക്കിയവരാണ്. മഞ്ഞുതുള്ളികൾ പൂക്കളിൽ പറ്റിയിരിക്കുമ്പോഴുള്ള സൗന്ദര്യം ഇതിൽ പറഞ്ഞിരിക്കുന്നു. ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ. പൂക്കൾ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലേ, പൂക്കളൊക്കെ വെയിലത്ത് വാടിപ്പോകുമോ? ഇല്ല, വാടാതെ അത് നിൽക്കും. അതിന് എത്രയാണോ ആയുസ് ഉള്ളത് അത്രയും സമയം അത് എത്ര വെയിലേറ്റാലും വാടത്തില്ല. ഇവിടെ നമുക്കൊരു അമ്മയെയും കുട്ടിയെയും നമുക്ക് ചിന്തിക്കാം. നമ്മൾ പ്രതീക്ഷയോടെ ആ ഒരു കുഞ്ഞിനെ അമ്മ കാണുന്നത് ഭയങ്കര ഭംഗിയോടെയാണ്. ഈ ലോകത്തെ ഭംഗിയോടെയാണ് കുഞ്ഞിനെ കാണുന്നത്. നീലവാനം മെഴികളിലുള്ളവർ, അതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കുക? ഒരു അമ്മയ്ക്കൊരു കുഞ്ഞിനെ ലഭിക്കുമ്പോൾ ആ അമ്മയുടെ പ്രതീക്ഷ മുഴുവനും, അമ്മയ്ക്ക് ആ ഭൂമിയിലുള്ള സൗന്ദര്യം മുഴുവനും, അല്ലെങ്കിൽ എത്രത്തോളം സൗന്ദര്യമുണ്ടോ ലോകം മുഴുവനുള്ള സൗന്ദര്യം ആ കുഞ്ഞിലാണ് അമ്മ കാണുന്നത്. അതുപോലെ തന്നെ പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ. നമ്മുടെ ഈ ഭൂമിയിൽ ചെടികൾ എല്ലാം വളരും. പലവിധമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നാണ് ചെടികൾ വളരുന്നത്. ചിലപ്പോൾ പാറയുടെ ഇടയിലായിരിക്കാം, ചിലപ്പോൾ കൊടും വേനലിലൊക്കെ ആയിരിക്കാം വളരുക. എങ്കിലും ഭൂമിയുടെ സ്വപ്നമായി പ്രതീക്ഷകളായി പൂക്കൾ നമുക്കിപ്പോൾ ഉണ്ടാകും. മക്കളെക്കുറിച്ച് അമ്മമാർ കാണുന്ന സ്വപ്നങ്ങൾ കൊണ്ട് അവർക്കും ജീവിക്കാൻ പ്രതീക്ഷകൾ നൽകുന്നുവെന്നും നമുക്കിതിൽ മനസ്സിലാക്കാം. ഇതിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ഈണത്തിൽ താളത്തിൽ, അപ്പോൾ ഈണത്തിലും താളത്തിലും അത് വായിക്കുക. പൂക്കളെ പരിചയപ്പെടാം. ഇതിലെ പൂക്കൾ ഏതൊക്കെയാണ്? മുക്കുറ്റിപ്പൂവ്, തുമ്പപ്പൂവ്, ജമന്തിപ്പൂവ്, കോളാമ്പി, പനിനീർ, ചെന്താരു അല്ലെങ്കിൽ കൃഷ്ണകിരീടം, വാടാമുല്ല. ഇതൊക്കെയാണ് ഈ പൂക്കൾ, ഇതിൽ പറഞ്ഞിരിക്കുന്ന പൂക്കൾ. നമുക്കും പൂക്കളാകാം. നിങ്ങൾക്ക് പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളാവും. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന വരികൾ കണ്ടെത്തി അവതരിപ്പിക്കുക. അവയുടെ സവിശേഷതകൾ അവതരണത്തിൽ ഉൾപ്പെടുത്തലല്ലോ. മുക്കുറ്റി, പൊൻവെയിലിൽ കുരുത്തവ. തുമ്പപ്പൂവ്, പൂനിലാവ് നുകർന്നവ. ജമന്തി, സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ചതിൻ ചന്തമാകെ പകർന്നവ. കോളാമ്പി, മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞവ. പനിനീർ, കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കുന്നവ. മുല്ല, രാത്രി പെറ്റവ. ചെന്താരു, രാജമുദ്രയണിഞ്ഞവ. വാടാമുല്ല, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിയിടുന്നവ. ഇതൊക്കെയാണ് അതിൻ്റെ ഓരോ സവിശേഷതകൾ. ഓർത്തു ചൊല്ലാം. കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെക്കുറിച്ചാണ്? ഓരോ പൂവിനെക്കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലൂ. കവിതയിൽ ആദ്യം പറഞ്ഞ പൂവ് ഏതാണ്? മുക്കുറ്റിപ്പൂവ്. ഓരോ പൂവിനെക്കുറിച്ച് പറഞ്ഞ വരികൾ ചൊല്ലാമല്ലോ. പൂക്കളോടൊപ്പം പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ. പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതും. മണ്ണിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ മക്കളായി ജനിക്കുന്നവയാണ് പൂക്കൾ. ആകാശത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും നമുക്ക് പൂക്കളിൽ കാണാൻ കഴിയും. മഞ്ഞുകൊണ്ട് മാല അണിയുന്നവരാണ് പൂക്കൾ. ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവയാണ് പൂക്കൾ. എത്ര കൂരിരുട്ടിലും ചിരിച്ചുകൊണ്ട് നിൽക്കാനേ പൂക്കൾക്ക് അറിയാവൂ. അവർ ഭൂമിയുടെ സ്വപ്നവും പ്രതീക്ഷകളുമാണ്. പൂക്കളും നമ്മളും.
നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നീലവാനം മിഴികളിലുള്ളവർ എന്ന വരിയിൽ നീലാകാശം തന്നെ കണ്ണിലുള്ളവർ എന്നാണ്. അതായത് എല്ലാം കാണാനും അറിയാനുമുള്ള ആഗ്രഹം, കൂടാതെ നീലാകാശത്തിൻ്റെ എല്ലാ ഭംഗിയും ആ പൂവിൽ അടങ്ങിയിട്ടുണ്ട് എന്നുമാണ്. അടുത്ത വരി, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ. മഞ്ഞിൻ കണങ്ങൾ കൊണ്ട് പൂക്കളുടെ ഭംഗി മാല പോലെയാണ്. കണ്ണീരൊലിപ്പിച്ച് വരുന്ന ഒരു കുട്ടിയെയും നമുക്കിവിടെ കാണാം. ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ. എല്ലാ പ്രയാസങ്ങളിലും വിഷമിക്കാതെ വാടാതെ നിൽക്കാനുള്ള കഴിവിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തും സഹിക്കാനും മനസ്സിന് ശക്തിയുള്ളവരാണ് ഇവർ. ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. പൂക്കളെ ഇരുട്ടത്ത് വെച്ചാൽ അതിൻ്റെ ഭംഗിക്കൊരു മാറ്റവും വരത്തില്ല. അവർക്ക് ദുഃഖം മനസ്സിലൊതുക്കി ചിരിക്കാനുള്ള കഴിവുണ്ട്. ആസ്വാദനക്കുറിപ്പിലേക്ക്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കൂ. ഭൂമിയുടെ മക്കൾ. പ്രശസ്ത ബാലസാഹിത്യകാരനും ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനുമായ പി. മധുസൂദനൻ്റെ ഭൂമി പാടുന്ന ശീലുകൾ എന്ന കവിതാസമാഹാരത്തിലെ കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ. പലതരം പൂക്കളെക്കുറിച്ച് ഈ കവിതയെ വർണ്ണിച്ചിരിക്കുന്നു. സൂര്യൻ്റെ വെയിലിൽ വളർന്ന മുക്കുറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മുക്കുറ്റിയുടെ നിറം സൂര്യൻ്റെ നിറത്തിന് സാദൃശ്യം പറയുന്നതായി മനസ്സിലാക്കാം. നിലാവിൻ്റെ നിറമുള്ള തുമ്പപ്പൂവും സന്ധ്യാസമയം ആകാശത്തിൻ്റെ നിറം എങ്ങനെയാണോ അതുപോലെ ഭംഗിയുള്ള ജമന്തിപ്പൂവും, വേലിയിൽ മഞ്ഞ നക്ഷത്രം പോലെ നിൽക്കുന്ന മഞ്ഞ നിറമുള്ള കോളാമ്പിപ്പൂവും, അന്തരീക്ഷത്തിലേക്ക് സുഗന്ധം പരത്തുന്ന പനിനീർ പുഷ്പവും, രാത്രി വിടരുന്ന മുല്ലയും, രാജാവിൻ്റെ മുദ്ര അണിഞ്ഞു നിൽക്കുന്ന ചെന്താരുപ്പൂവും, കുങ്കുമപ്പൊട്ടുപോലെ ഭംഗിയുള്ള വാടാമുല്ലപ്പൂക്കളും നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമി കാണാൻ എന്ത് രസമാണ്. പൂക്കൾ ഭൂമിയുടെ മക്കളായി എന്നും ജനിച്ചു വീഴുന്നു. മിഴികളിൽ നീലാകാശമുള്ള പൂക്കൾ എന്ന് പറയുമ്പോൾ ആകാശത്തിൻ്റെ വലിപ്പവും സൗന്ദര്യവും ചെറിയ പൂവിൻ്റെ ഉള്ളിൽ പ്രതിഫലിക്കുന്നു. മഞ്ഞുതുള്ളികൾ വീണ് പൂക്കൾ കൂടുതൽ മനോഹരമാകുന്നു. എത്ര ചൂട് വന്നാലും ഏത് കൂരിരുട്ടിലും പൂക്കൾ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നു. പൂക്കൾ മണ്ണിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. പരുക്കൻ പാറയും കല്ലും മണ്ണിൻ്റെ നനവും ചെടിയുടെ പച്ചപ്പും എല്ലാം ചേർന്ന ഭൂമിയുടെ സ്വപ്നമായി പ്രതീക്ഷകളായി പൂക്കളെന്നും നമുക്കൊപ്പം ഉണ്ടാകും. മക്കളെക്കുറിച്ച് അമ്മമാർ കാണുന്ന സ്വപ്നങ്ങൾ കൊണ്ട് അവർക്ക് ജീവിക്കാൻ പ്രതീക്ഷകൾ നൽകുന്നു എന്ന ചിന്തയും ഇതിൽ നിന്ന് നമുക്ക് ദർശിക്കാനാകും. ഈ കവിതയിലെ ഓരോ വരികളിലും ഓരോന്നിനെക്കുറിച്ച് വർണ്ണിക്കുന്നു. മണ്ണിൻ്റെ കിനാവുകൾ മാതാപിതാക്കളുടെ കിനാവ് പോലെയാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ചുമർ പത്രിക തയ്യാറാക്കാം. കവി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്കറിയാവുന്ന മറ്റു വിവരങ്ങളും കൂട്ടുകാർ വരച്ച ചിത്രങ്ങളുമെല്ലാം ചേർത്ത് ഞങ്ങളുടെ മുക്കുറ്റി, ഞങ്ങളുടെ ജമന്തി തുടങ്ങിയ പേരുകളിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ചുമർ പത്രിക തയ്യാറാക്കാം. അടുത്ത മലർമാല കോർക്കാം. പൂക്കളെക്കുറിച്ചുള്ള കവിതകൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ പകർത്തു. ക്ലാസ്സിൽ ആ കവിതകൾ സംഘമായി ചൊല്ലണം. വായനാവാരവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഈ കവിതകൾ അവതരിപ്പിക്കുമല്ലോ. അതിന് എക്സാമ്പിളായിട്ട് കുറച്ച് കവിതകൾ തരാം. അത് കണ്ടെത്തി നിങ്ങൾ എഴുതുക. കാട്ടുപൂവ് വിനോദ് പൂവക്കോടിൻ്റെ, വീണപൂവ് കുമാരനാശാൻ, കുട്ടിയും തള്ളയും കുമാരനാശാൻ, പൂക്കാലം കുമാരനാശാൻ, നാലിതൾ പൂവ് ഇടശ്ശേരി. ഇത് പൂക്കളെ പറ്റിയിട്ടൊക്കെ ഉള്ള കവിതകളൊക്കെയാണ്. അത് കണ്ടെത്തി മാല കോർക്കാം. ചുമർ പത്രികകൾ അവതരിപ്പിക്കുക. നിങ്ങൾ അവതരിപ്പിക്കുക. മണ്ണിൻ്റെ കിനാവുകൾ എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു. എല്ലാവരും ഇതിനെ മാത്രം ആശ്രയിക്കാതെ സ്വന്തമായിട്ട് പല കാര്യങ്ങളും കണ്ടെത്തുക. ഒത്തിരി കാര്യങ്ങൾ കണ്ടെത്തുക. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.